നമുക്ക് ഇന്ന് ഇച്ചിരി മീൻ കിട്ടി. മങ്കടയാണ്. അപ്പുറത്തെ പൂച്ച വന്ന് കിടന്ന് എന്നെ തെള്ളുക മീൻ വെട്ടുന്നതിന്. കരിയാപ്പില എടുക്കാൻ ഞാൻ പറമ്പിലോട്ട് ഇറങ്ങിയതാണ്. ഭയങ്കര ഉയരത്തിലാണ് കരിയാപ്പ് ഇവിടുത്തെ നിൽക്കുന്നത്. മാവേലോട്ട് ചാരി നിൽക്കുക. കണ്ണിമാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ട്. എല്ലാവരും എന്നോട് പറഞ്ഞതാണ് ഈ കരിയാപ്പൊന്ന് വെട്ടി ഇടയ്ക്ക് വെച്ച് വെട്ടാൻ, അല്ലെ കിളിച്ചു കൊള്ളുമെന്ന്. ഞാൻ വെട്ടിയില്ല. അതിപ്പോൾ അതായിട്ടിരിക്കുക. എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടോ, അതിൻ്റെ മണ്ടയ്ക്കോട്ട് മാവും. നമ്മുടെ മുളക് ഉണ്ടായിട്ടുണ്ട്. നിറയെ മുളകുണ്ട്. ഉണ്ടമുളക് പഴുത്തു തുടങ്ങി. ഉണ്ടമുളക് ഇവർക്ക് മീനകത്തിടുമ്പോൾ വേറൊരു മണമുണ്ടല്ലോ, അതുകൊണ്ടിടത്തില്ല. അല്ലാതെ പച്ചമുളക് നമ്മുടെ പച്ചക്കറി കടയിലെ പച്ചമുളകാണ് ഇടുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടികല്ലിനകത്തിട്ട് ഇടിച്ചെടുക്കാം. മീനകത്ത് തോട്ടുപുളി ഇട്ട് വെക്കാമെങ്കിൽ മീനിൻ്റെ ഉളുമ്പ് പണ്ടുള്ളവർ പറയും ഉളുമ്പ് പോകാൻ നല്ലതാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണയ്ക്കകത്തോട്ട് ഉലുവ ഇട്ട് പൊട്ടിക്കാം. മൂപ്പിച്ചിട്ട് ഇടാം. നിങ്ങളൊക്കെ ഉലുവ പൊടിയാണ് ഇടുന്നത്, ഞാൻ ഉലുവ ഇടുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞ് ചെറിയൊരു ചുമന്ന കളറാകുമ്പോൾ മുളക് പൊടിയും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇടണം. പുളിയിട്ട് ഒന്ന് ചെറുതായിട്ട് തിളച്ചിട്ട് മീൻ കഷ്ണം വരിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചേക്കണം. മങ്കട വെട്ടാൻ ഭയങ്കര പാടാണ്, അതിൻ്റെ തൊലിയൊക്കെ ഇരിയണമെങ്കിൽ. ചൂരയാണെങ്കിൽ നമുക്കത്രയും പാടില്ല. വെള്ളം ഇനിയും കുറച്ചൊഴിച്ച് പിന്നെ വെള്ളം മീനകത്തു നിന്ന് ഇറങ്ങും. തിളയ്ക്കുമ്പോഴത്തേ വെള്ളം ഇറങ്ങിക്കോളും. പിന്നെ നമുക്കങ്ങ് അടപ്പ് വെച്ച് അടച്ച് ചെറിയ തീ ഇരുന്നാൽ മതി. കുറച്ച് കഴിയുമ്പോൾ